ചങ്ങാതിമാരെ, ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റിലെ ഒരു കാടിൻ്റെ നടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ ഇത് ശരിക്കും ഒരു ഒറിജിനൽ കാടല്ല. നമ്മൾ നാച്ചുറലായിട്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വിട്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാനുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല ഒരുപാട് മരങ്ങളും നല്ലൊരു കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ മൊത്തം മരങ്ങളും ചെടികളും പിന്നെ ചെറിയ ചെറിയ പനകളൊക്കെ നട്ടുവിട്ടിട്ട് ഒരു പാർക്കാന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇരുന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, ഒരു ഫ്രീ ആയിട്ട് ഒരു പ്രൈവസി ആയിട്ട് നമുക്ക് വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻ്റായിട്ടൊക്കെ വന്ന് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഞാനുള്ളത്. അപ്പോൾ ഈ ഏരിയ ഉള്ളത് നമ്മൾ ദോഹ പോർട്ടിലേക്ക് വരുമ്പം കാണുന്ന ഒരു ഏരിയ ആണ്. അപ്പുറത്ത് മെയിൻ റോഡൊക്കെ ഉണ്ട്, വണ്ടിയിൽ വരുന്നവർക്കൊക്കെ സുഖമായിട്ട് വന്നു പോകാം. ഞാൻ ഇവിടെ നടന്ന് വന്നപ്പോഴാണ് ഈ ഒരു ഏരിയ ഇങ്ങനെ കണ്ടത്. കണ്ടോ, അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇതുണ്ടോ, ഇതിപ്പം എന്താ പറയുക, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇട ദിവസമാണ്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ ഫുഡിൻ്റെ വേസ്റ്റേജ് കണ്ടെയ്നറുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പബ്ലിക് ഹോളിഡേക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് പോകാവുന്നതാണ്. നല്ലൊരു ഏരിയ ആണ്.